ജീവണ് ഇപ്പോൾ കാണുവാൻ വളരെയധികം ഭംഗിയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും മിൻഹോനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെയിരിക്കെ പല ആളുകളും ഇപ്പോൾ ജീവണിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീയും അവളെ കൂടുതലായിട്ടൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഒരാൾ പറയുമ്പോഴത്തേക്കും മിൻഹ്വാനും അവളുടെ അടുത്ത് ചെറിയ രീതിയിലാണെങ്കിലും ഒരു സംശയമൊക്കെ തോന്നുന്നു. നീ എപ്പോഴാണ് ഇന്നലെ ചീഹുക്കിനെയൊക്കെ കാണുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മിൻഹ്വാൻ ചോദിക്കുമ്പോഴത്തേക്കും റീയൂണിയന്റെ ഇടയ്ക്ക് അവന്റെ ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വർക്കുമായി ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും പറയുന്നു. ആണുങ്ങളുടെ ശരീരത്തിൽ ഒരു ആന്റിനയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിഹുക്കിന് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്തായാലും അവൻ നിന്നെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അവന്റെ കൂടെ പോകുകയേ ചെയ്യരുത്. നിന്നെ കാണുവാൻ വളരെയധികം സുന്ദരി ആയതുകൊണ്ട് തന്നെ പല ആളുകളും നിന്നെ ഇപ്പോൾ നോക്കിയിട്ടൊക്കെയുണ്ട്. അതൊന്നും തന്നെ എനിക്ക് ഇഷ്ടമല്ല. നിന്നെ ഞാൻ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പൊസസീവ് ആയിട്ടൊക്കെ ആയിരുന്നു മിൻഹ്വാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മിൻഹ്വാനും നൈസായിട്ട് അവളെ ഒന്ന് കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവളും അവിടെ ഉണ്ടായിരുന്ന കോഫി കപ്പൊക്കെ മറിച്ചിട്ടിട്ട് അവന്റെ ഡ്രസ്സിലൊക്കെ ആയിട്ട് കോഫി വീഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നു. സൂമിനും 10 വർഷം മുമ്പ് താൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജിയോന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അല്ലെങ്കിലും നീ മുഡോയും ഡേറ്റ് ചെയ്യുകയാണെന്നും ഞാൻ നിങ്ങളെ തമ്മിൽ പിരിച്ചു എന്നുമൊക്കെ നീ ഒരിക്കലും ആരോടും പറയുകയില്ല. അത് എനിക്ക് നന്നായി തന്നെ അറിയാം. എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമാണ് ഉള്ളതെന്നൊക്കെ ജീവണും അവളുടെ അടുത്ത് പറയുകയാണ്. അവളും ജീവൺ അവളെ വിശ്വസിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏജിയും ഫ്രണ്ട്സും എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊന്നും വിട്ട് കളയുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനും ഉൺഹോനെ ചെന്ന് കാണുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ അവന്റെ നമ്പർ പോലും ഉണ്ടെന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും സോമിനും കുറച്ചൊക്കെ ടെൻഷൻ ആകുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ പുറത്ത് കാണിക്കാതെ നിൽക്കുന്നു. നീ ഇങ്ങനെ ഒരുങ്ങി വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും മിൻഹ്വാൻ എന്തെങ്കിലും കുശുമ്പൊക്കെ തോന്നുകയില്ലേ എന്ന് ജീവന്റെ അടുത്ത് സുമിൻ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ മിൻഹ്വാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. പിന്നെ അവനും പണം സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ഒരുപാട് ഇരട്ടി ആയിട്ടുണ്ട്. ഞങ്ങളാകട്ടെ വിവാഹത്തിന് ശേഷം താമസിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഫ്ലാറ്റൊക്കെ മേടിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും സോമിനും അവന്റെ കയ്യിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോമിനും ജീവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ചിക്കനൊക്കെ കഴിക്കുവാനായിട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ജീവനും ചൂറാനും തിരക്കിലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹയ്യോണും പോകുവാനായിട്ട് റെഡിയായിക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ജീവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പോകേണ്ട എന്നൊക്കെ സൂമിനും പറയുകയാണ്. ഒരുപാട് പേര് ഒന്നിച്ച് ലിഫ്റ്റിലൊക്കെ കയറി നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴി ജീഹുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൻ ആദ്യം പോകുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ലിഫ്റ്റിന്റെ അകത്ത് ജീവൻ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും അവനും കൂടി ആ ഒരു കുഞ്ഞിടയിലൊക്കെ കയറി നിൽക്കുന്നു. അവരങ്ങനെ ലിഫ്റ്റിൽ നിൽക്കുന്ന സമയത്തും ഇന്ന് പലരും നിന്നെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നീയും മിൻഹ്വാനും വളരെ നല്ല കപ്പിൾസ് ആണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സും പറയുന്നു. ജീവൻ പറഞ്ഞിട്ടായിരുന്നു താനും കോണ്ടാക്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടിപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചിഹുക്ക് ജീവന്റെ അടുത്ത് ചോദിക്കുകയാണ്. നീ ഇതുപോലെയൊക്കെ ഡ്രസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടായിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ഇതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും എല്ലാവരും എന്റെ അടുത്ത് നല്ല രീതിയിലൊക്കെ ആയിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എനിക്കും കുറച്ചൊക്കെ കോൺഫിഡൻസ് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഡ്രസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും പറയുന്നു. പക്ഷെ ഡ്രസ്സിംഗ് ഒക്കെ വെച്ചിട്ട് ഒരാൾ ജഡ്ജ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് ചിഹുക്ക് ചോദിക്കുമ്പോഴത്തേക്കും അത് മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും പലരും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഡ്രസ് ചെയ്തിട്ട് വേണം വരുവാനെന്ന് അവളും പറയുന്നു. അവന്റെ ചിരി കാണുവാൻ കൂടുതൽ ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിരിക്കണമെന്ന് അവനോട് അവൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ലെൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൂടി കുറച്ച് മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളും പെട്ടെന്ന് പോകുകയാണ്. ജീവനും ഒരു ക്ലയന്റിനെയൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾ പറഞ്ഞിട്ടായിരുന്നു അവൻ കോണ്ടാക്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും മിൻഹ്വാൻ ചിഹുക്കിന് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവൾ ഓർത്തു നോക്കുന്നു. അങ്ങനെ അവൾ വന്ന് സന്തോഷിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഒരു കടയിൽ നിന്നും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഹൈയൂൺ ഇറങ്ങി വരുന്നതൊക്കെ അവൾ കാണുന്നത്. അവളും ഷോപ്പിങ്ങിന് ശേഷം വഴിയിൽ നിന്നുകൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യുകയായിരുന്നു. ജീവനും അതും കണ്ട് സന്തോഷിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവളുടെ കൂടത്തിലായിട്ട് ജീഹുക്കും ഇറങ്ങി വരുന്നു. ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ് അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ അവളും ജിഹുകിന്റെ അടുത്ത് നന്ദിയൊക്കെ പറയുമ്പോഴത്തേക്കും ബഹളം വെക്കാതെ നടന്നു വരുവാൻ പറഞ്ഞിട്ട് അവനും അവളെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുകയാണ്. ജീവനും അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും കുറച്ച് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പണ്ട് നടന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവൾ ഓർക്കുന്നു. പണ്ടാകട്ടെ ഹയ്യൂണും ജിഹുക്കും തമ്മിൽ റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുള്ള രീതിയിൽ കുറെ റൂമേഴ്സ് ഒക്കെ പടർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവളെ അവിടെ നിന്നും ട്രാൻസ്ഫർ ആക്കുകയും ചെയ്തു. ഞാൻ ഹയ്യൂന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം അവനും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക എന്ന് അവളും ഓർക്കുകയാണ്. വിഷമത്തോടെ ആണെങ്കിൽ പോലും അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുകയാണെന്നൊക്കെ അവളും ഓർക്കുന്നു.
ജിഹുക്കിന്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയ സന്തോഷത്തിലായിരുന്നു ഹയോൺ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശനോടും അവൾ സംസാരിക്കുകയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കടയിലൊക്കെ പോകുകയാണെങ്കിൽ അവൾ ക്യൂ ഒക്കെ നിൽക്കാറുണ്ട്. പക്ഷെ അവന്റെ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് നേരെ VIP റൂമിലേക്ക് എത്തിയതിനു ശേഷം നിനക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്നും എടുത്തോ എന്നൊക്കെ പറയുകയുണ്ടായി. എന്തായാലും ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹയോൺ സംസാരിക്കുന്നത്. അവൾക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുവാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ പോലും സാധാരണഗതിയിൽ അവൾ ഒന്നും തന്നെ മേടിക്കാത്തതാണ്. പക്ഷെ ഇത്തവണ അവന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അവളും ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. ജീഹുക്കിനും അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മുത്തശ്ശൻ നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ ജീഹുക്കും അവളെ കൊണ്ടുപോകുന്നു. ജീഹുക്കിന് ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ആരാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ മുത്തശ്ശന്റെ സെക്രട്ടറിയും കണ്ടെത്തിയിരിക്കുകയാണ്. ജീഹുക്കും ഡോങ്സുക്കിനെ കോൾ ചെയ്ത് വിളിച്ചു വരുത്തിയതിനു ശേഷം ജൂഡോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഒരുപാട് തവണ ജീഹുക്ക് ഡോങ്സുക്കിനെ മലർത്തിയടിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഗേൾസിന് പഠിക്കുവാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ജുഡോ ആണെന്നൊക്കെ അവനും സ്വയം പറയുന്നു. അപ്പോഴായിരുന്നു ഒരു പെണ്ണിനെ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുവാനായിട്ടാണ് ഇതുപോലെയൊക്കെ അവൻ ചെയ്യുന്നതെന്ന കാര്യം ഡോങ്സുക്കും മനസ്സിലാക്കുന്നത്. അങ്ങനെയിരിക്കെ അവൻ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവന്റെ ഷോൾഡറിന് താഴെയായിട്ട് ഒരു ഹേർട്ടിന്റെ സിമ്പലൊക്കെ ഉള്ളത് അവനും ശ്രദ്ധിക്കുന്നു. ജീവന്റെ അച്ഛൻ അവൾക്ക് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ ഇതുപോലെ ഹേർട്ടൊക്കെ വരച്ചിട്ടായിരിക്കും നൽകുക എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ജീഹുക്ക് ഓർക്കുകയാണ്. ജീഹുക്കും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പൂച്ചയുമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. ഈ ഒരു പൂച്ചയുടെ പേര് എന്താണെന്ന് ഇവർ പറയുന്നില്ലെങ്കിൽ പോലും റിയൽ ആയിട്ടുള്ള വെബ്ടൂണിൽ ഇതിന്റെ പേര് പാങ് എന്നാണ്. മിൻഹ്വാനും സൂമിനും കൂടി ചേർന്നിട്ട് ജീവനെ ചീറ്റ് ചെയ്യുമെന്ന കാര്യം ഞാനായിട്ട് അവളെ അറിയിക്കണമെന്നൊക്കെ ആയിരുന്നു പാങ്ങിനോട് അവനും ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യമൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ അവനും ഒരു സെക്കൻഡ് ലൈഫ് കിട്ടിയതാണെന്നുള്ള കാര്യമൊക്കെ അവളോട് പറയേണ്ടതായിട്ട് വരും. അവനെ പോലും അത് ഇതുവരെയായിട്ടും വിശ്വസിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ അവൾ എങ്ങനെയാണ് അതൊക്കെ വിശ്വസിക്കുക എന്നാണ് അവനും ഓർക്കുന്നത്. ജീവന്റെ മരണത്തിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ചിഹുക്കും അവളുടെ അടക്കൊക്കെ കൂടുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന പോലീസ് മിൻഹ്വാനെയും സൂമിനെയും കൂടി ചേർത്ത് അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നത്. കൊലപാതക കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യുകയാണെന്നൊക്കെ പോലീസ് പറയുമ്പോഴത്തേക്കും അതിന് ഞാൻ ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല, അതൊരു ആക്സിഡന്റ് മാത്രമായിരുന്നു, എന്റെ കൈ തട്ടി അവൾ വീണപ്പോഴത്തേക്കും അവൾ മരിച്ചു പോയതാണെന്നൊക്കെ മിൻഹോൻ പറയുമ്പോഴത്തേക്കും ആയിരുന്നു എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ജീവന്റെ പഴയ ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുന്നതും അവൻ കേട്ടു നോക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം മുമ്പ് നമ്മൾ റീയൂണിയന് കൂടിയ സമയത്ത് ജീവനെ നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ സത്യമൊക്കെ മനസ്സിലാക്കിയത്. ജീവൻ തെറ്റുകാരി ആയിരുന്നില്ല, മറിച്ച് സൂമിനായിരുന്നു ജീവന്റെ ഹസ്ബൻഡിനെ തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് അവരും ആകെ കുറ്റബോധത്തിലാണ് ഉള്ളത്. ഓൺഹോയും സോമിനും ഡേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ബ്രേക്കപ്പ് ആകുവാനായിട്ടൊക്കെ ജീവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ അവരും സംശയിക്കുന്നു. കൃത്യസമയത്ത് അവിടെ ഉൺഹോയും എത്തുകയാണ്. ഞാൻ അതിന് ഒരിക്കൽ പോലും സുമിനെ ഡേറ്റ് ചെയ്തിട്ടില്ല, മറിച്ച് ജീവനെ ആയിരുന്നു എനിക്ക് ഇഷ്ടം എന്നൊക്കെ ഓൺഹോയും അവരെ അറിയിക്കുന്നു. പിന്നീട് അവനും കാറൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും അവന്റെ കാറിന് മുമ്പിലായിട്ട് ഒരു പൂച്ചയൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇതും പാങ്ങാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു പൂച്ചനെ ഇടിക്കാതിരിക്കുവാനായിട്ട് അവനും കാർ വെട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും കാർ ആക്സിഡന്റിലാക്കുന്നു. പിന്നീട് അവന്റെ ഷോൾഡറിന് താഴെയായിട്ട് ആ ഒരു ഹേർട്ടിന്റെ സിമ്പലൊക്കെ വരികയാണ്. അവനും കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേക്കും അവന് രണ്ടാമതായിട്ട് ഒരു ചാൻസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കി അവനും 10 വർഷം മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അങ്ങനെ അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും വളരെ പഴയ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ വർഷം 2005. ജിഹുക്കിന്റെ ഫ്രണ്ട്സും ആകെ എൻജോയ് ചെയ്യുകയും കയ്യിലുണ്ടായിരുന്ന ബിയറിന്റെ ബോട്ടിലൊക്കെ പൊട്ടിച്ചിട്ട് അവന്റെ മേത്തേക്ക് അതൊക്കെ ഒഴിക്കുകയും ചെയ്യുന്നു. അവനും ഫ്രണ്ട്സിന് എൻജോയ് ചെയ്യുവാനായിട്ട് കയ്യിലുണ്ടായിരുന്ന വാലറ്റൊക്കെ നൽകുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അവിടെ വെച്ച് ജീവനെയും അവൻ കണ്ടുമുട്ടുന്നത്. മദ്യപിച്ച് നിന്നിട്ടുണ്ടായിരുന്ന ജീവനും ഒരു ബോധവും ഇല്ലാതെയൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അവളെ കാണുന്ന മറ്റു രണ്ട് ബോയ്സ് ആകട്ടെ നമുക്ക് അവളെയും കൂട്ടിക്കൊണ്ട് പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഷീഹുക്കിനും അങ്ങനെ അവിടെ നിന്ന് പോകുവാനായിട്ട് തോന്നുന്നില്ല. അവനും തിരിച്ച് അവളുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. നിന്റെ കൂടെ ആരുമില്ലേ, നീ ഒറ്റയ്ക്കാണോ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഷിഹുക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ തികച്ചും ഒറ്റയ്ക്കാണുള്ളത്, എന്റെ അച്ഛനും മരണപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ആകട്ടെ എന്റെ ബോയ് ഫ്രണ്ടും ഞാനുമായിട്ട് ബ്രേക്കപ്പ് ആയിരിക്കുന്നു, നിനക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും ഫ്രണ്ടിനെ കുറിച്ച് പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ബാലൻസ് ഒക്കെ തെറ്റി താഴേക്ക് വീഴുവാനായിട്ട് നോക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ കണ്ണിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കണ്ണാടിയും താഴെ പോയി പൊട്ടുന്നു. എന്നെ വേറെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സും ഇല്ല. അത്രയും പറഞ്ഞ് അവളും അവന്റെ ഷർട്ടൊക്കെ മണത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അതിലും മദ്യത്തിന്റെ മണമുണ്ടെന്നൊക്കെ അവൾ മനസ്സിലാക്കുകയാണ്. അവളും അവിടെ വെച്ച് അവനെ കടിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ അവളുടെ കണ്ണിൽ കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ ശരിക്ക് കാണുവാനായിട്ടും അവൾക്ക് കഴിയുന്നില്ല. നിനക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ നിന്റെ സ്ഥലത്തൊക്കെ പോയിട്ട് മദ്യപിക്കുവാനായിട്ട് അവൻ ആവശ്യപ്പെടുമ്പോഴത്തേക്കും അവിടെ പോകുകയാണെങ്കിൽ അവൾ ഒറ്റയ്ക്കാകും. അതുകൊണ്ടായിരുന്നു അവളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവളുടെ അച്ഛൻ മരണപ്പെട്ടു പോയെന്നും അവൾക്ക് സിബ്ലിങ്സ് ആരും തന്നെ ഇല്ല എന്നും
അമ്മയാകട്ടെ അവളെ ഉപേക്ഷിച്ച് പോയെന്നുള്ള കാര്യമൊക്കെ അവളും പറയുകയാണ്. പിന്നെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിന്നെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നിനക്ക് ഫ്രണ്ട്സും ആരും ഇല്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും നിനക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാവുന്നത്? നീ എന്താ വല്ല ജോത്സ്യനുമാണോ എന്നൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവൾ ചോദിക്കുന്നു. എനിക്ക് ശരിക്കും ഒരു ഫ്രണ്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ എപ്പോഴൊക്കെ എനിക്ക് അവളെ ആവശ്യമായിട്ട് വരുന്നു അപ്പോഴൊന്നും അവളെ വിളിച്ചാൽ പോലും കിട്ടുകയില്ല. അവൾക്ക് എന്റെ അടുത്ത് ഇരിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും. ഞാൻ വിഷമിക്കുകയാണെങ്കിൽ അവളും വിഷമിക്കും. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ അവളുടെ കൂടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ തികച്ചും ഒരു പരാജയമാണെന്നൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുക എന്ന് അവളും അവന്റെ അടുത്ത് പറയും. എന്റെ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് എന്റെ അടുത്ത് മിണ്ടാതെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും അവന് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ആയിരുന്നു എന്നോട് ചിരിക്കുന്നതിനേക്കാളും സൂമിനെ കാണുമ്പോഴത്തേക്കുമാണ് അവൻ കൂടുതലായിട്ട് ചിരിക്കുന്നതെന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത്. സൂമനും വളരെ സുന്ദരിയും ക്യൂട്ടുമൊക്കെയാണ്. എനിക്ക് ആകെയുള്ള ഫ്രണ്ട് അവളാണ്. പക്ഷെ അവളുടെ കൂടെ ഞാൻ എപ്പോഴൊക്കെ നിൽക്കുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് എന്റെ കാര്യം ഓർത്തിട്ട് വളരെ നിരാശയാണ് തോന്നാറുള്ളതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അത് നിന്റെ വെറും ഒരു തോന്നലല്ല, മറിച്ച് അവൾ നിന്നെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് അവനും ഉപദേശിക്കുന്നു. പക്ഷെ ജീവനും അതൊന്നും തന്നെ സമ്മതിച്ചു തരുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.